മോർണിംഗ്. വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ? ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആരും ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. എക്സാം ഒക്കെ നല്ല കൂളാണ്, നല്ല കുട്ടികളാണ്, എപ്പോഴും ക്ലാസ്സിൽ കയറുന്ന കുട്ടികളാണ് ഇവിടെ ലൈവില് എല്ലാ. പിന്നെ എന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കണേ? എക്സാം കഴിഞ്ഞിട്ടേ സമാധാനം ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഞാൻ കണ്ടു. ഒരു ടെൻഷനും അടിക്കണ്ട, നല്ല സിമ്പിൾ അല്ലേ എക്സാം ഒക്കെ. ഒരു പ്രശ്നമില്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലാസ് കേൾക്കുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താ കുഴപ്പം? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അണ്ടർലൈൻ ചെയ്ത് നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച് തന്നെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ അതുകൊണ്ട് അത് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് വയ്യാതെ ആവണ്ട. ആരും ഇതിന് ടെൻഷൻ അടിക്കണ്ട. ഇനിയിപ്പോ പിള്ളേർക്കൊക്കെ എക്സാം തുടങ്ങുക അല്ലെ, അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടാവും അമ്മമാർക്ക് അല്ലെ. പിള്ളേർക്കൊക്കെ എക്സാം തുടങ്ങുകയല്ലേ, വെള്ളിയാഴ്ച ഫ്രൈഡേ തുടങ്ങും എല്ലാവർക്ക്. അമ്മമാരൊക്കെ ഇനി അതിന്റെ പുറകോട്ടായിരിക്കും. നമ്മുടെ കാര്യം കൂടി അതിന്റെ ഒപ്പം പെൻഡിങ് വെക്കരുത്. നമ്മളും കുറച്ച് സമയം അതൊന്നും എടുക്കുന്നത് വായിച്ചു തന്നെ പോകാം. സ്റ്റാർട്ട് ചെയ്തു അല്ലെ, സ്റ്റാർട്ട് ചെയ്തു. CBSE തുടങ്ങുന്നുള്ളൂ അല്ലെ, സ്റ്റേറ്റില് ചെറിയ പിള്ളേർക്ക് അല്ലെ. ഇന്നിപ്പോ 10th എക്സാം സ്റ്റാർട്ട് ചെയ്തു അല്ലെ. ഓക്കെ, സെക്കൻഡിന് തുടങ്ങി. എല്ലാവർക്കും എക്സാമിന്റെ തിരക്കും മേഖലൊക്കെയാണ്. ഈ ഒരു മാസം നമുക്ക് ഫ്രൈഡേ ആണ് സ്റ്റേറ്റില്. മക്കൾക്ക് ഫ്രൈഡേ ആണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞില്ലേ, ഫ്രൈഡേ എക്സാം തുടങ്ങും. ഇപ്പൊ നമുക്ക് അതിന്റേതായ ഒരു ടെൻഷൻ ആണല്ലോ അവരുടെ എക്സാമിന്. അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ടെൻഷൻ ആണല്ലോ. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ടെൻഷനൊന്നും വെറുതെ വലിച്ചു വെക്കണ്ട. നമുക്ക് ഓക്കെ, നമുക്ക് ക്ലാസ്സിൽ കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാ? ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ആ ഫസ്റ്റ് പാരഗ്രാഫ് അല്ലെ, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, ആ ഫസ്റ്റ് പാരഗ്രാഫ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തത്. ഇനി ഇവിടെ നെക്സ്റ്റ് നമുക്ക് നോക്കിയേ, പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളാണ് ഇവിടെ തന്നേക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ നോക്കാം കേട്ടോ, ഏതൊക്കെ പാർട്സ് ആണുള്ളത്. താഴെ തന്നേക്കുന്നത് കമ്പ്യൂട്ടറിന്റെ പാർട്സ് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. നോക്കി പേരുകൾ നോക്കാം നമുക്ക്. മോണിറ്റർ നമുക്കറിയാം, ഇപ്പൊ നമ്മള് എന്ത് ചെയ്യുന്നത് അല്ലെ, നമുക്ക് റിസൾട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് മോണിറ്റർ എന്ന് പറയുന്നത്. സ്ക്രീൻ, കമ്പ്യൂട്ടറിന്റെ ആ സ്ക്രീൻ ആണ് അല്ലെ മോണിറ്റർ. പിന്നെ അടുത്തത് നമുക്ക് എന്താണ്? മൗസ്. കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ്. ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ്. പിന്നെ കീബോർഡ്. കീബോർഡ് അറിയാലോ, നമ്പേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കീബോർഡിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉണ്ട്. എന്താ പിന്നെ അതുപോലെ തന്നെ കുറച്ച് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കീസ് നിങ്ങൾക്കറിയാം. പിന്നെ എന്താ പറയാ, ആരോ മാർക്കുകൾ ഉണ്ട്, പ്ലസ് മൈനസ് ഇതൊക്കെ സിമ്പിളുകൾ ഉണ്ട്. ആ ഫങ്ഷണൽ കീസ് മൊത്തത്തില് നമുക്കറിയാം. അതൊക്കെ ഉള്ളത് കീബോർഡ്. അതും എന്താണ്? കീബോർഡും മൗസും ഒരു ഇൻപുട്ട് ഡിവൈസാണ് അല്ലെ. മോണിറ്ററും പ്രിന്ററും, അടുത്തതാണ് പ്രിന്ററും ഒരു ഏതാണ് നമുക്ക് ഇങ്ങോട്ട് തരുന്നത് അല്ലെ, ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. മോണിറ്ററും പ്രിന്ററും ഔട്ട്പുട്ടാണ്. നമ്മൾ ഇപ്പൊ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളിൽ പേപ്പറിലേക്ക് നമുക്ക് പ്രിന്റ് ആയിട്ട് എടുക്കാം അല്ലെ, പ്രിന്റ് ഔട്ട് എടുക്കാം, പ്രിന്റർ. പിന്നെ അടുത്തതാണ് സ്പീക്കർ എന്ന് പറയുന്നത്. സ്പീക്കർ സൗണ്ട് ഇതാക്കാനായിട്ട് സ്പീക്കർ ഉണ്ട്. പിന്നെ അടുത്ത പവർ സപ്ലൈ, നമുക്ക് പവർ ഇതാക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് കറണ്ട് ഒക്കെ പോകുമ്പോൾ സിസ്റ്റം ഷട്ട് ഡൗൺ ആവരുതല്ലോ, അതുകൊണ്ട് അതിന്റെ പവർ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ പവർ സപ്ലൈ. പിന്നെ അടുത്തതാണ് GPU എന്ന് പറയുന്നത്. ആ പിക്ചർ നോക്കി, GPU ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്. അതൊന്ന് എഴുതി വെച്ചു. ഗ്രാഫിക്, GRAPHICS ഗ്രാഫിക്സ്, GRAPHICS ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്. ഇത് GPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഡിസൈൻ ടു പെർഫോം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. അതായത് നല്ല സ്പീഡിൽ, ഹൈ സ്പീഡ്, നല്ല സ്പീഡിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് ആണ് ഇത് ഈ GPU എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. GPU is a hardware component that is designed to perform mathematical calculation at a high speed and is used for a variety of computing tasks. അത് ചെയ്യാനുള്ള ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് ആണ് GPU. ഇനി അടുത്തതാണ് ഹാർഡ് ഡിസ്ക്. കണ്ടോ, ഹാർഡ് ഡിസ്ക്. ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് യൂസ്ഡ് ടു സ്റ്റോർ ദ ഡേറ്റ. നമ്മൾ ഹാർഡ് ഡിസ്കിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്.
കണ്ടോ, ഒരു സർക്കുലർ ഡിസ്ക് കണ്ടില്ലേ, ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് ആണ്. അതിനകത്ത് നോക്കി അറിയാം. ഹാർഡ് ഡിസ്ക് ഈസ് എ ഡിവൈസ് ദാറ്റ് സ്റ്റോർ ദ ഡേറ്റ ഓൺ എ കമ്പ്യൂട്ടർ. ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് തന്നെ വെക്കുന്നതാണ് ഹാർഡ് ഡിസ്ക്. പിന്നെ അടുത്തതാണ് ഒരു മദർ ബോർഡ്. കണ്ടോ, ഒരു സർക്യൂട്ട് ബോർഡാണ്. പല സർക്യൂട്ടുകളുണ്ട്. മദർ ബോർഡ് ഈസ് എ സർക്യൂട്ട് ബോർഡ് ഇൻസൈഡ് ദ ജനറൽ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം. ഒരു സർക്യൂട്ടുകളാണ് അതിനകത്ത്. ഇലക്ട്രിക്കൽ കമ്പോണൻസ്, കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്ന ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഒക്കെ ഉള്ള ഒരു സർക്യൂട്ട് ബോർഡാണ് മദർ ബോർഡ്. പിന്നെ അടുത്തത് CPU, നമ്മൾ പറഞ്ഞ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. പിന്നെ അടുത്തതാണ് കമ്പ്യൂട്ടർ കേസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ കേസ് ഇത് സേഫ് ഗാർഡ് ചെയ്യാൻ, പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാട്ടോ. ഈ കമ്പ്യൂട്ടറിനെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഭാഗങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ കേസ് എന്ന് പറയുന്നത്. പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത് കമ്പ്യൂട്ടർ കേസ്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് പാർട്സ് പഠിക്കാനുള്ളത്. അപ്പൊ പാർട്സ് ഏതൊക്കെയാണെന്ന് പേരുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് താഴെ ഹാർഡ്വെയറിനെ കുറച്ച് പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്തുള്ളത് പഠിക്കാം. ഇപ്പൊ ഈ പിക്ചറിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, മോണിറ്റർ, മൗസ്, പ്രിന്റർ, സ്പീക്കർ, പവർ സപ്ലൈ, CPU, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രോസസർ, കമ്പ്യൂട്ടർ കേസ്, കീബോർഡ്, മോണിറ്റർ. ഓക്കെ, അപ്പൊ അത്രയാണ് പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. ഇനി നോക്കിയേ, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡ്. കമ്പ്യൂട്ടേഴ്സിന്റെ ഫണ്ടമെന്റൽസ് എന്തൊക്കെയാണ്? അതിനകത്ത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. ഫസ്റ്റ് ആണ് ഹാർഡ്വെയർ. ഹാർഡ്വെയർ, കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ. ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ ലൈക്ക് ഏതൊക്കെയാണ് ഫിസിക്കൽ കമ്പോണന്റ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, CPU, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് മദർ ബോർഡ്. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് അല്ലെ, ഹാർഡ്വെയർ ആണ്, ഫിസിക്കൽ കമ്പോണന്റ് ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ, അതാണ് ഹാർഡ്വെയർ. ഏതൊക്കെയാ അതിനകത്ത് വരുന്നത്? CPU, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസുകള്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകള്, മദർ ബോർഡ്. ഇതൊക്കെ ഫിസിക്കൽ കമ്പോണന്റ്സിൽ വരുന്നതാണ് ഹാർഡ്വെയർ. ഇനി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. സോഫ്റ്റ്വെയർ കൺസിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേഷൻസ്. കമ്പ്യൂട്ടറിലെ പ്രവർത്തനം ഉള്ളിൽ നടക്കുന്നത് അല്ലെ, കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രോഗ്രാംസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത് പല ടാസ്കുകൾ നിർവഹിക്കാൻ പറ്റുന്ന. And that make the computer able to perform the task, specific task. പ്രത്യേക ടാസ്കുകളൊക്കെ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന പ്രോഗ്രാംസും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും, അതാണ് സോഫ്റ്റ്വെയർ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. സോഫ്റ്റ്വെയറിൽ വരുന്ന പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദിസ് കൺസിസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ ഏതൊക്കെയാന്ന് നോക്കിയാൽ വിൻഡോസ്, മാക് OS, ലിനക്സ് and application software. Example application software word processor, web browsers, games. ഇതൊക്കെ സോഫ്റ്റ്വെയറിൽ വരുന്ന. അപ്പൊ നിങ്ങൾ എക്സാമ്പിളുകളും കൂടി ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതൊക്കെയാ? സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാ? വിൻഡോസും മാക് OSും ലിനക്സും. Then application softwareകൾ ഏതൊക്കെയാ? വേർഡ് പ്രോസസർ, വെബ് ബ്രൗസേഴ്സ്, ഗെയിം. അത് മൂന്നും നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ. വേർഡ് എക്സൽ ഒക്കെ, വേർഡ് പ്രോസസർ, മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർപോയിന്റ്, വേർഡ് പ്രോസസർ, വെബ് ബ്രൗസേഴ്സും ഗെയിംസും, അത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പൊ അതിനകത്ത് നമ്മള് പറഞ്ഞത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പറഞ്ഞു. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കമ്പോണൻസ് ആണ്. ഏതൊക്കെയാണ് ആ ഫിസിക്കൽ കമ്പോണൻസ് ഒക്കെ കമ്പ്യൂട്ടറിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ സോഫ്റ്റ്വെയറിൽ ഏതാ? പ്രോഗ്രാംസും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ അതിനകത്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതാണ് CPU എന്ന് പറയുന്നത്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ. CPU എക്സാമിന് ചോദിക്കാറുണ്ട്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. അത് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ഇട്ടായിരുന്നു തോന്നുന്നു അല്ലെ. ഇതിനെയാണ് നമ്മുടെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ഉണ്ട് അല്ലെ. ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏതാണ്? CPU ആണ്. മാറിപ്പോയത്, കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ് CPU. ക്യാരീസ് ഔട്ട്, എന്തൊക്കെയാ ചെയ്യുന്ന CPU? ഇൻസ്ട്രക്ഷൻസ്, പെർഫോം കാൽക്കുലേഷൻസ് ആൻഡ് കൺട്രോൾ ഡേറ്റ പ്രോസസിംഗ്.
ഇതൊക്കെ ചെയ്യുന്ന നടപ്പിലാക്കുന്ന കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ് CPU എന്ന് പറയുന്നത്. ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ദാറ്റ് ക്യാരീസ് ഔട്ട് ഇൻസ്ട്രക്ഷൻ, പല പല നിർദ്ദേശങ്ങള്, പെർഫോം കാൽക്കുലേഷൻസ്, കൺട്രോൾ ഡേറ്റ, പ്രോസസ്സിംഗ്, ഇതൊക്കെ ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ. ഇനി അടുത്തതാണ് മെമ്മറി. മെമ്മറി എന്ന് പറഞ്ഞാൽ നോക്കി, ടെമ്പററി സ്റ്റോറേജ് സ്പേസ് where the computer store data and the instruction they are currently used. നമ്മളിപ്പോ നിലവിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ടെമ്പററി സ്റ്റോറേജ് സ്പേസ്, അതാണ് മെമ്മറി. താൽക്കാലികമായിട്ട് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും സ്റ്റോർ ചെയ്ത് വെക്കും. മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ടെമ്പററി സ്റ്റോറേജ് സ്പേസ്. അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. മെമ്മറി എന്ന് പറയുന്നത് നിലവില് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഡേറ്റയും കമ്പ്യൂട്ടർ നിർദ്ദേശങ്ങളും ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് സംഭരിക്കുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ് മെമ്മറി എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് നോക്കിയേ, ഇറ്റ് ഇൻക്ലൂഡ്സ്, അത് പഠിക്കണം. മെമ്മറിയിൽ വരുന്ന റാം, റാം എന്ന് കേട്ടിട്ടില്ലേ? റാൻഡം ആക്സസ് മെമ്മറി, റാമും പിന്നെ ആൻഡ് ക്യാച്ച് മെമ്മറി. അടുത്താണ് ക്യാച്ച്, CACHE, or നമുക്ക് CPU മെമ്മറി, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് CPU മെമ്മറി എന്ന് പറയാം. ഇതൊക്കെ ടെമ്പററി സ്റ്റോറേജ് ആണ്. റാമും അതുപോലെ തന്നെ ക്യാച്ച് മെമ്മറിയും, അത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചേ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് CPU മെമ്മറി. ബിക്കോസ് അതെന്താ ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. താൽക്കാലികമായിട്ട് നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുള്ളൂ. കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. അതാണ് ടെമ്പററി സ്റ്റോറേജ് സ്പേസ് where the computer store the data and the instructions that are currently used. ഏതാ? മെമ്മറി. മെമ്മറിയിൽ വരുന്നതാണ് റാം ഉണ്ട്, RAM, റാൻഡം ആക്സസ് മെമ്മറി, ആൻഡ് ക്യാച്ച് മെമ്മറി. ക്യാച്ച് മെമ്മറി is also known as CPU മെമ്മറി. അണ്ടർലൈൻ ചെയ്തോളാം. ഇനി അടുത്തതാണ് സ്റ്റോറേജ്. പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസുകൾ ഉണ്ട് കമ്പ്യൂട്ടറിൽ. ഏതൊക്കെയാ? ഹാർഡ് ഡിസ്ക്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ്, SSD എന്ന് പറയും. അത് രണ്ടും പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസാ. ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്ത കാര്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. അതുപോലെ വന്നതാണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് എന്ന് പറയുന്നത്, SSD, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ്, SSD. ഇതൊക്കെ നമ്മുടെ പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് ആണ്. എക്സാമ്പിളുകളാണ് കേട്ടോ, അതും ചോദിക്കാം. പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസുകൾക്ക് എക്സാമ്പിള് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ്. യൂസ്ഡ് ടു, ഈ പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ, പ്രോഗ്രാംസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് പവർഡ് ഓഫ്. കണ്ടോ, കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്താലും പവർ ഓഫ് ആയാലും പെട്ടെന്ന് കമ്പ്യൂട്ടർ പവർ ഓഫ് ആയാലും ഇതൊന്നും ഒരിക്കലും കമ്പ്യൂട്ടറിൽ നിന്ന് നഷ്ടപ്പെടുന്നില്ല. ഇതൊരു പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് ആണ്. അതിനകത്ത് ഡേറ്റകള്, പ്രോഗ്രാംസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതെല്ലാരും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് അവിടെ. അത് ഒരു പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് ആണ്. അണ്ടർലൈൻ ചെയ്തോളാം കേട്ടോ. പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് എക്സാമ്പിൾസ് നോക്കുക. അപ്പൊ അതിനകത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ചോദിക്കാം. ഡാഷ് ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ, പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് പവർഡ് ഓഫ്. കമ്പ്യൂട്ടർ പവർ ഓഫ് ആയാലും ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ്. ഓക്കെ, പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ്. അവിടെ നമുക്ക് മെമ്മറി എന്ന് ചോദിക്കാം, ഓപ്ഷൻ ഉണ്ട്. റാം എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ക്യാച്ച് മെമ്മറി, പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കാം. ഇനി അടുത്തതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ. These are devices used to interact with the computer. നമ്മൾ ഇങ്ങനെ സംസാരിക്കണോ കമ്പ്യൂട്ടറിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ അതിന്റെ റിപ്ലൈ തരുമോ? ഇല്ല. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിനോട് സംസാരിക്കാനായിട്ട്, കമ്പ്യൂട്ടറിനോട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് അതിന് പ്രത്യേക ഡിവൈസുകൾ വേണം. നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് അതാണ് ഇൻപുട്ട്. എന്ന് പറഞ്ഞ എന്താ? അകത്തേക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. ഏതാ എക്സാമ്പിൾ? ഏതാ? കീബോർഡും മൗസും. കീബോർഡും മൗസും. അവിടെ മൈസ് എന്നാണ് മൗസും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഏതാണ്?
നമുക്ക് കമ്പ്യൂട്ടർ തിരിച്ച് നമുക്ക് കാര്യങ്ങൾ നമ്മളോട് പറയണം. അത് ഏതിക്കൂടെയാണ് അതിന്റെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നത്? മോണിറ്റേഴ്സ്, പ്രിന്റേഴ്സ്, സ്കാനേഴ്സ് അല്ലെ? ഇതൊക്കെ സ്കാനർ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നതാണ്. ഇവിടെ മോണിറ്ററും പ്രിന്ററും ഒക്കെ നമുക്ക് എന്താണ്, നമുക്ക് കമ്പ്യൂട്ടർ നമുക്ക് ഇൻഫർമേഷൻസ് തരുന്നതാണ് കേട്ടോ. അപ്പൊ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതാണെന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. കീബോർഡ്, മൗസ്, മോണിറ്റേഴ്സ്, പ്രിന്റേഴ്സ്, സ്കാനേഴ്സ്. ഇനി അടുത്തതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. OS എന്ന് പറയും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ്. അപ്പൊ നമുക്കറിയാം കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കുന്നത് ഏതാണ്? ഇൻപുട്ട്. കമ്പ്യൂട്ടർ തിരിച്ച് നമുക്ക് തന്നത് പുറത്തേക്ക് തരുന്നത് ഔട്ട്പുട്ട് ഡിവൈസുകൾ. അതും ഒന്ന് നോട്ട് ചെയ്തോ, എക്സാമ്പിൾസും ഒന്ന് നോക്കി വെച്ചോ അതിന്. ഇനി അടുത്തതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS. സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് കമ്പ്യൂട്ടർ റിസോഴ്സസ്, കൺട്രോൾ ഹാർഡ്വെയർ ഡിവൈസസ് ആൻഡ് പ്രൊവൈഡ് എ യൂസർ ഇന്റർഫേസ് ഫോർ ഇന്ററാക്ടിംഗ് വിത്ത് ദ കമ്പ്യൂട്ടർ. അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾ ദ കമ്പ്യൂട്ടർ റിസോഴ്സുകള്, കമ്പ്യൂട്ടർ റിസോഴ്സിനെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ഹാർഡ്വെയർ ഉപകരണങ്ങളെ നിയന്ത്രിക്കുന്ന, കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു യൂസർ ഇന്റർഫേസ് നൽകുന്ന സോഫ്റ്റ്വെയർ ആണ് ഏത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പറഞ്ഞല്ലോ ഏതാണ്? സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾ ദ കമ്പ്യൂട്ടർ റിസോഴ്സസ്. അപ്പൊ അതും നോക്കി വെക്കുക. ആ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അങ്ങനെ 7 കാര്യങ്ങളാണ് നമുക്ക് അവിടെ പഠിക്കാൻ പറഞ്ഞേക്കുന്നത്. എല്ലാരും ഇതിനൊക്കെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം കേട്ടോ. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, CPU എക്സ്പാൻഡഡ് ഫോം, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ, പിന്നെ ടെമ്പററി സ്റ്റോറേജ് സ്പേസ്, മെമ്മറി, അതിനകത്ത് വരുന്നത് റാം ഉണ്ട്, ക്യാച്ച് മെമ്മറി വരുന്നുണ്ട്, പിന്നെ പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ്. ഇതൊക്കെ നമ്മുടെ കമ്പ്യൂട്ടർ ഓഫ് ആയാലും പവർ ഓഫ് ആയാലും എന്താണ് പെർമനന്റ് ആയിട്ട് ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതാണ്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ. പിന്നെ ലാസ്റ്റ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. That controls the computer resources, control the hardware devices, and provide a user interface നൽകുന്ന, കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 7 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ക്ലിയർ ആണോ നോക്കിയേ? ഓക്കെ. ഇനി അടുത്തത് നിങ്ങള് ഇപ്പൊ ചിലര് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അവർക്ക് ചിലപ്പോ അറിയാൻ പറ്റും. എങ്കിലും പഠിക്കാത്തവർ പേടിക്കൊന്നും വേണ്ട. നമുക്കിവിടെ വേർഡിന്റെ ഒരു ടാബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അത് നമുക്ക് പറയുമ്പോ നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ. അത് നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് ശരിക്കും നമ്മൾ ഇനി അതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. മൈക്രോസോഫ്റ്റ് വേർഡ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് എക്സൽ ഉണ്ട്. ഇങ്ങനെ 3 എണ്ണം നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് ഏറ്റവും സിംപിളിസ്റ്റ് ആയിട്ടുള്ളത് ഇതാ മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്. ഈ മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മുടെ സിസ്റ്റം എടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ വന്ന സ്ക്രീനാണ് അത്. കണ്ടോ? ഇതാണ് ഡോക്യുമെന്റ്. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നതാണ് കേട്ടോ. അതിനകത്ത് ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ആ ഡോക്യുമെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റണ്ട പിള്ളേരെ? കാണാൻ പറ്റല്ലേ? അതിനകത്ത് ഏറ്റവും ടോപ്പില് ഡോക്യുമെന്റ് 1 കണ്ടോ? അതാണ് ടൈറ്റിൽ ബാർ കേട്ടോ. അതാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ടൈറ്റിൽ ബാർ അതായത് നെയിം ഓഫ് ദ ഫയൽ, ഫയലിന്റെ പേര്, നമ്മൾ ഏത് ഫയലാണ്, അതാണ് ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് ടൈറ്റിൽ ബാർ. ഇനി ആ ടൈറ്റിൽ ബാറിന്റെ തൊട്ട് താഴെ നോക്കി നിങ്ങള് ഫയൽ, ഫോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്, റെഫറൻസ്, റിവ്യൂ, പിന്നെ വ്യൂ എന്നൊക്കെ പറഞ്ഞുണ്ടോ? ആ തൊട്ട് താഴെ വന്നത് ആ തൊട്ട് താഴെ വരുന്നതാണ് മെനു ബാർ. അത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെച്ചോട്ടോ. അതിനെയാണ് മെനു ആണത്, മെനു ബാർ എന്നാ പറയുന്നത്. തൊട്ട് താഴെ വരുന്നത് ഏറ്റവും മുകളിൽ എന്തായിരുന്നു? ടൈറ്റിൽ ബാർ. തൊട്ട് താഴെ ആണ് മെനു ബാർ. ഇനി അതിന്റെ തൊട്ട് താഴെ കണ്ടോ? അവിടെ കുറച്ച് ടൂളുകൾ ഉണ്ട്. ടൂൾ ബാർ ആണ്. അത് ഓരോന്നും ഇപ്പൊ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് വരും.
ഹോം ഓപ്പൺ ചെയ്യുമ്പോൾ വേറെ അതിന്റെ ഉള്ളിൽ കുറെ ടൂൾസുകൾ ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ടൂൾസ്, പേജ് ലേഔട്ട്, റെഫറൻസ്, അത് ഓരോന്നും ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിപ്പോ അവിടെ ഫയലാണ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. ആ നീല ഇതിൽ കണ്ടോ, ആ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടറിൽ ഈ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടോ, ഫയല്. അപ്പൊ അതിനകത്ത് താഴെ വരുന്ന അതാണ് ടൂൾ ബാർ എന്ന് പറയുന്നത്. അതിനകത്ത് കുറെ എന്താ ടൂൾസുകൾ ഉണ്ട്, മൾട്ടിപ്പിൾസ് റിബൺസ് ഉണ്ട്. ആ ടൂൾ ബാറിൽ അവിടെ എന്താണ് മൾട്ടിപ്പിൾ ടാബ്സുകൾ ഉണ്ട്. അത് ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന മൾട്ടിപ്പിൾ ടാബുകൾ ഉണ്ട്. അത് റിബൺസ് എന്ന് പറയും കേട്ടോ, റിബൺസ്. പിന്നെ നെക്സ്റ്റ് നോക്കിയ റൂളറാണ്. അത് അവിടെ അടയാളപ്പെടുത്തിയിട്ട് റിബൺ കണ്ടോ, റിബൺ എഴുതി വെച്ചാൽ കണ്ടില്ല, അവിടെ റിബൺസ് ആണ്. ഇനി അടുത്തത് കുറെ റൂളേഴ്സ് ഉണ്ട്. റൂളർ കണ്ടോ, അങ്ങോട്ടേക്ക് നീക്കണോ വലതുവശത്തേക്ക് കണ്ടോ, റൂളർ ഉണ്ട്. പിന്നെ ആ വൈറ്റ് സ്ക്രീനിന്റെ ഉള്ളിൽ ഒരു വര കണ്ടോ, അതിനെ പറയുന്നതാണ് കേഴ്സർ എന്ന് പറയും. CURSOR, കേഴ്സർ. അപ്പൊ നമ്മൾ ആ കേഴ്സർ എവിടെ കൊണ്ടുവന്ന് വെച്ച് ക്ലിക്ക് ചെയ്യുക, എവിടെയാണോ വെച്ച് ക്ലിക്ക് ചെയ്യുന്നത് അവിടെ മുതൽ നമുക്ക് എഴുതാം. ഇപ്പൊ എന്റെ പേര് എനിക്ക് കമ്പ്യൂട്ടറിൽ എഴുതണം, മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മൾ ഓപ്പൺ ചെയ്യും. ഏതാ, നമ്മള് കമ്പ്യൂട്ടറിൽ വേർഡ് എന്ന് പറഞ്ഞ ഇത് ഓപ്പൺ ചെയ്തിട്ട് അപ്പൊ അതിനകത്ത് ആ സ്ക്രീനിന്റെ ഉള്ളില് ഈ ഒരു വര, അതിനാണ് കേഴ്സർ എന്ന് പറയുന്നത്. ആ കേഴ്സർ നമുക്ക് നീക്കാം. ഇപ്പൊ മൗസ് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കേഴ്സർ വരും. അവിടെ നിന്ന് എനിക്ക് പേര് എഴുതാം കണ്ടോ, അതിന് പറയുന്നതാണ് കേഴ്സർ. CURSOR, കേഴ്സർ. അറിയില്ലാത്തവർ എഴുതി വെക്കണമെങ്കിൽ വെച്ചോട്ടോ, കേഴ്സർ ആണത്. പിന്നെ അടുത്തത് നോക്കിയേ, താഴെ അതിനകത്ത് തന്നെ വൈറ്റ് ബ്ലാങ്ക് കിടക്കണല്ലേ, അതാണ് ഡോക്യുമെന്റ് എഴുതുക. അവിടെയാണ് നമ്മൾ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ലെറ്റർ എഴുതോ അല്ലെങ്കിൽ എന്താ വെച്ച് ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ അത് പിന്നെ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന സ്ക്രോൾ ബാർ ഉണ്ട്. അതായത് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ സ്ക്രോൾ ബാറുകൾ ഉണ്ട്. ഏതാണ് ആ സൈഡില് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതും വെർട്ടിക്കൽ ആയിട്ടുള്ളതും ഏതാണ് സ്ക്രോൾ ബാറുകൾ ഉണ്ട്. പിന്നെ ഏറ്റവും താഴെ കാണുന്നതാണ് സ്റ്റാറ്റസ് ബാർ ആണ്. ഏറ്റവും താഴെ കാണുന്നത് കേട്ടോ, ഏറ്റവും താഴെ കാണുന്നതാണ് സ്റ്റാറ്റസ് ബാർ. STATUS, സ്റ്റാറ്റസ് ബാർ. ഏറ്റവും താഴെ കാണുന്നത് സ്റ്റാറ്റസ് ബാർ. ഇത്രയൊക്കെയാണ് നമ്മൾ ആ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് വേണമെങ്കിലേ നിങ്ങളുടെ ഫോണില് നമുക്ക് നിങ്ങൾക്ക് എടുക്കാം. ഫോണില് ഗൂഗിളിൽ കയറിയിട്ട് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേ സ്ക്രീൻ തന്നെ വരും. അപ്പൊ അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ഫങ്ഷൻസ് എല്ലാവരും നമുക്ക് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ അറിയാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മളൊരു വേർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ വന്ന വിൻഡോ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ഒന്നാമത്തെ മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ. എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. ഒന്നിന് വേർഡിന്ന് ചോദിക്കും, അല്ലെങ്കിൽ എക്സലിന്ന് ചോദിക്കും, അല്ലെങ്കിൽ പവർ പോയിന്റിന്ന് ചോദിക്കും. അവിടെ ക്വസ്റ്റ്യൻ Dash is widely used for word processing software. Word processing software ഏതാ? മൈക്രോസോഫ്റ്റ് വേർഡ്. ഒന്നാമത്തെ സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Dash is widely used for word processing software. Word processing software ഏതാ? അതിൽ തന്നെ ഏതാ? മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്. ഡെവലപ്പ് ചെയ്ത മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത ഒരു വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ഇറ്റ് പെർമിറ്റ് യൂസേഴ്സ് ടു, ഇനി ഇതിനകത്ത് എന്തൊക്കെയാ നമുക്ക് ചെയ്യാൻ പറ്റുക, ഇത് എന്തിനൊക്കെ അനുവദിക്കുന്നു? ഇറ്റ് പെർമിറ്റ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സൃഷ്ടിക്കുക. നമുക്കൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കണം. ഇപ്പൊ നമുക്ക് ഒരു ഇപ്പൊ എനിക്കൊരു ലെറ്റർ എഴുതണം, എനിക്കൊരു ബയോഡാറ്റ തയ്യാറാക്കണം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്യാം. നമുക്ക് എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ എന്തെങ്കിലും അത് തെറ്റിപ്പോയി അത് നമുക്ക് കറക്റ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അടുത്താണ് ഫോർമാറ്റ്. അതായത് കമ്പ്യൂട്ടറിൽ ഡേറ്റാസ് നമ്മൾ മാറ്റുന്നതിനെയാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഫോർമാറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതിന്റെ രൂപം, ഘടന, ഇതൊക്കെ മാറ്റാനുള്ളതൊക്കെ.
ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പിന്നെ അത് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഏത് ലെറ്റർ ഏത് സൈസിൽ കൊടുക്കണം, അല്ലെങ്കിൽ ഏത് ക്യാപിറ്റൽ ലെറ്ററുകൾ കൊടുക്കും, അല്ല നമുക്ക് ഇറ്റാലിയൻ രീതിയിൽ കൊടുക്കണോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കൊടുക്കണോ, ഏത് വേണമെങ്കിലും അങ്ങനെ ഒരു ഫോർമാറ്റ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആൻഡ് സേവ് ഡോക്യുമെന്റ് ഫോർ ഡിഫറെന്റ് പർപ്പസസ്. ഡോക്യുമെന്റ്സ് സേവ് ചെയ്യാം. ലൈക്ക് ഏതൊക്കെയാ? റൈറ്റിംഗ് റിപ്പോർട്ട്സ്. നമ്മളൊരു റിപ്പോർട്ട് എഴുതി പകുതി എന്ന് എഴുതാൻ പറ്റുള്ളൂ, ബാക്കിയിട്ട് നാളെ എഴുതണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ സേവ് ചെയ്ത് വെക്കാം. ആ ഡോക്യുമെന്റ് സേവ് ചെയ്യാം. അപ്പൊ ഒരു ഫയലാണ് അത്. അതിന് നമുക്ക് പേര് കൊടുക്കാം. ഇപ്പൊ ഞാൻ ചെയ്യണമെങ്കിൽ എന്റെ പേര് കൊടുക്കാം. ശിവപ്രിയ ആണെങ്കിൽ ശിവപ്രിയയുടെ പേര് തന്നെ കൊടുക്കണമെന്നില്ല കേട്ടോ. എന്ത് വേണമെങ്കിലും കൊടുത്തിട്ട് നമുക്ക് ആ ഡോക്യുമെന്റ് അതിൽ സേവ് ചെയ്ത് വെക്കാം. നാളെ നമ്മൾ ചെന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ പേര് ഡോക്യുമെന്റിൽ നമ്മുടെ പേര് അല്ലെങ്കിൽ എന്താ നമ്മൾ സേവ് ചെയ്യണമെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ബാക്കിത്തെ പിറ്റേ ദിവസം നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. പിന്നെ അതുപോലെ നോക്കി അവിടെ റൈറ്റിംഗ് റിപ്പോർട്ട്സുകൾ എഴുതാം, ലെറ്റേഴ്സ് എഴുതാം, റെസ്യൂംസ് എഴുതാം, മോർ. അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വേർഡിൽ ചെയ്യാൻ പറ്റും. Here are some important features and functionalities of Microsoft Word. ഈ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് ഈ പറയുന്നത്. ആ ഫീച്ചേഴ്സ് അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് മെയിൻ ഹെഡിങ് അണ്ടർലൈൻ ചെയ്ത് പോകണം. അവിടെ ഒരു മൈക്രോസോഫ്റ്റ് വേർഡിനുള്ള ഫീച്ചേഴ്സ്. ഇപ്പൊ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ്. ഇതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? യൂസേഴ്സിന് ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാം, ഡോക്യുമെന്റ്സുകൾ സേവ് ചെയ്യാം. പല ആവശ്യങ്ങൾക്ക് വേണ്ടി റൈറ്റിംഗ് റിപ്പോർട്ട്, ലെറ്റേഴ്സ്, റെസ്യൂം ഇങ്ങനെയുള്ള എല്ലാവരും നമുക്ക് ഇതിൽ ചെയ്യാം. ഇതിനകത്ത് വേർഡിന്റെ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഈ പറഞ്ഞിരുന്നത്. ഒന്നാമത്തെയാണ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. വേർഡിന്റെ ഫീച്ചേഴ്സ് കേട്ടോ. എന്താ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? യൂസർ ഫ്രണ്ട്ലി ആണ്. ഉപയോഗിക്കുന്ന ആൾക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ ഫീച്ചർ. എന്താ? യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. അല്ലെ? ഡിഫിക്കൽട്ടി ഇല്ല, എളുപ്പമാണത്. നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒന്നും നോക്കണ്ട, വേറെ ഒരു പ്രശ്നവും യൂസർ ഫ്രണ്ട്ലി ആണ്. അതാണ് ഒന്നാമത്തെ ഫീച്ചർ കേട്ടോ. മൈക്രോസോഫ്റ്റ് വേർഡ് ഓഫേഴ്സ് എ യൂസർ ഫ്രണ്ട്ലി ഇൻറ്റ്യൂട്ടീവ്. ഇൻറ്റ്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവബോധജന്യമാണ്. അതായത് നമുക്കൊരു എന്താ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇത് സൃഷ്ടിക്കുകയാണ്. ഇന്റർഫേസ് മേക്കിംഗ് ഇറ്റ് റീച്ചബിൾ ടു ബോത്ത് ബിഗിനേഴ്സ് ആൻഡ് എക്സ്പേർട്സ് യൂസേഴ്സ്. കണ്ടോ, രണ്ടുപേർക്കും, ബിഗിനേഴ്സ് ആണ്, തുടക്കക്കാരാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറെ വർഷങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളവരായിരിക്കണമെങ്കിലും ഒരുപോലെ രണ്ടുപേർക്കും എന്താണ് എളുപ്പമാണ്. അതായത് യൂസർ ഫ്രണ്ട്ലി ആണ്. അത് ബിഗിനേഴ്സ് ആണെന്നോ എക്സ്പീരിയൻസ്ഡ് ആണെന്നോ അങ്ങനെയുള്ളതൊന്നും അവിടെ ഒരു വ്യത്യാസം ഇല്ല. അത് രണ്ടുപേർക്കും ഒരുപോലെ തന്നെ സമീപിക്കാൻ പറ്റുന്നതാണ്, റീച്ചബിൾ ആണ്. The toolbar and ribbons provide quick entry to different formatting and editing option. അവിടുത്തെ ടൂൾബാറുകൾ, റിബൺ പ്രൊവൈഡ് ക്വിക്ക് എൻട്രി. പെട്ടെന്ന് ആ ടൂൾബാറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൂൾസ് ആണ് ഏതാണ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതുപോലെ അതിനകത്തുള്ള കുറെ നമുക്ക് ഓരോ പല ഇതാണ് റിബൺസ് എന്ന് പറയുന്നത്. ടൂൾബാറിലുള്ള അത് ഓപ്പൺ ചെയ്ത് കിട്ടുമ്പോൾ വരുന്ന ആ റിബൺസും നമുക്ക് പെട്ടെന്ന് ഈ ഫോർമാറ്റിംഗ്, എഡിറ്റിംഗ് ഓപ്ഷൻസിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് നിങ്ങള് ഫസ്റ്റ് ആ ഒരു മെയിൻ ആയിട്ടുള്ളത് ടീച്ചേഴ്സിന്റെ ആ പ്ലാൻ പോയിന്റ് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നത്. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തതാണ്. പിന്നെ രണ്ടാമത്തെ സെന്റൻസ് നോക്കിയാൽ ടൂൾ ബാർ ആൻഡ് റിബൺ, അതും കൂടി അണ്ടർലൈൻ ചെയ്തു. പെട്ടെന്ന് നമുക്ക് ഫോർമാറ്റിംഗ്, എഡിറ്റിംഗ് ഓപ്ഷനിലേക്ക് പ്രവേശിക്കാൻ പറ്റും ടൂൾ ബാറുകളും റിബൺ. ഓക്കെ, രണ്ടാമത്തെയാണ് ഡോക്യുമെന്റ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. ഡോക്യുമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാനും പറ്റും. രണ്ടാമത്തെ ഫീച്ചർ ആട്ടോ. ഇത് ഏതെണ്ണോ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പാകത്തിന് പഠിച്ചോളൂ ഓരോന്നും പറയുമ്പോൾ. ഒന്നാമത്തെ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. രണ്ടാമത്തെ എന്താ? ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പറ്റും. Users can create new documents from scratch or choose from the range of templates provided by the Word. ഈ വേർഡ്
നമുക്ക് പല ടെംപ്ലേറ്റ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ എനിക്കൊരു നിങ്ങൾ ബയോഡാറ്റ അടിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? നമുക്ക് എവിടെയെങ്കിലും ചോദിക്കുക സ്കൂളിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ബയോഡാറ്റ അടിച്ചിട്ടുണ്ടാവും. അപ്പൊ ബയോഡാറ്റ അടിക്കുമ്പോൾ അവിടെ ഒരു ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റ് ആണ്. അവിടെ ബയോഡാറ്റയുടെ പല ഫോർമാറ്റ് കിട്ടും. നമ്മളത് നോക്കുക, നമുക്ക് അതിലെ ഇഷ്ടമുള്ളത് ഏതാണ് അത് സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ അവിടെ ആ ഒരു ഫോർമാറ്റ് ഉണ്ടാവും, നെയിം, അഡ്രസ്, ഫോൺ നമ്പർ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ക്വാളിഫിക്കേഷൻ അങ്ങനെ ഓരോന്നുണ്ട് നമ്മുടെ അത് ഫില്ല് ചെയ്താൽ മതി. അപ്പൊ എളുപ്പമുണ്ട് നമുക്ക്. അല്ലാതെ നമ്മള് പുതിയൊരു ഫ്രഷ് ഷീറ്റ് എടുത്തിട്ട് അതിൽ നെയിം പുതിയതായിട്ട് നമുക്ക് അടിച്ചുണ്ടാക്കണ്ട. അവിടെ ഒരു ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോഡല്, അതിന്റെ ഒരു മാതൃക ഉണ്ട് അവിടെ. അപ്പൊ അത് എടുക്കുക, അതിൽ ഏതാണ് എനിക്ക് ഇഷ്ടമുള്ളത്. പല പല സൈസിലുള്ളതുണ്ട്. അപ്പൊ നമുക്ക് ഏതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്, നമുക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ആ ടെംപ്ലേറ്റ് ആ മോഡൽ ഇതിലേക്ക് എടുത്തിട്ടിട്ട് എന്ത് ചെയ്താൽ അത് ബാക്കിത്തെ ഫില്ല് ചെയ്താൽ മതി. അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്, നെയിം ഉണ്ട്, അവിടെ അഡ്രസ് ആണെങ്കിൽ അഡ്രസ് ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, ഹസ്ബൻഡിന്റെ പേരുണ്ട്, സിഗ്നേച്ചർ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇങ്ങനെ എല്ലാം എഴുതിയിട്ടുള്ള ഒരു ഷീറ്റാ. നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ഫുൾ എഴുതണ്ടല്ലോ, നെയിം ഉണ്ട്, എന്നിട്ട് നമ്മൾ അതിന്റെ നേരെ നമ്മുടെ പേര് എഴുതും, അങ്ങനെയല്ലേ? അതെന്താ, അതൊരു ടെംപ്ലേറ്റ് ആണ്, അതായത് ഒരു മോഡൽ. അപ്പൊ നമ്മൾ ഫുള്ള് നമ്മുടെ റിസ്കിൽ എഴുതണ്ട, അവിടെ തന്നേക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ റൈറ്റ് സൈഡിൽ ആൻസർ ചെയ്താൽ മതി, അങ്ങനെയല്ലേ? അതുപോലെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ യൂസേഴ്സിന് നമുക്ക് പുതിയ ഡോക്യുമെന്റ്സുകള് നമുക്ക് തിരയാനും, സ്കാച്ച് എന്ന് പറഞ്ഞാൽ തിരയുക, സ്കാച്ച് ഓർ ചൂസ്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ, ചൂസ് ഉണ്ട്, തിരഞ്ഞെടുക്കാനും ഒക്കെ നമുക്ക് പറ്റും. അത് അവിടെ അതിനകത്ത് എന്താ ഒരു പ്രത്യേകത, ഒരു ടെംപ്ലേറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓഫേഴ്സ് എ വാസ്റ്റ് സെറ്റ് ഓഫ് ഫോർമാറ്റിംഗ് ടൂൾസ് ഫോർ ടെക്സ്റ്റ്, paragraph, pages, permitting users to customize the applicants to their documents. പിന്നെ പല ഫോർമാറ്റിംഗ് ടൂൾസ് ഉണ്ട്. ഇപ്പൊ ടെക്സ്റ്റ് നമ്മളെ ലെറ്റർ നമ്മളെ ഇതാണ് ഇപ്പൊ രമ്യ, അതിന്റെ ലെറ്ററിന് പല സൈസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് എത്രയാണ് ടോപ്പ്, എത്ര 34 ഒറ്റയാണോ കേട്ടോ ഏറ്റവും ഇത് ഹയസ്റ്റ്. അപ്പൊ നമുക്ക് എത്ര സൈസിൽ അത് എഴുതണം, അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. 10 മതിയോ, 10 ആ ലെറ്ററിന്റെ വലിപ്പം 10 എന്ന് പറഞ്ഞാൽ അതിന് മതിയോ, 15 എഴുതണോ, 30 എഴുതണോ, 20 എഴുതണോ, നമ്മള് ടെക്സ്റ്റുകൾ സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഏതാണ് നമുക്ക് ചാനീനായിട്ട് എഴുതണോ, ബോൾഡായിട്ട് എഴുതണോ, അങ്ങനെ വേണമെങ്കിലും. പിന്നെ അതുപോലെ പാരഗ്രാഫുകള്, പേജസ്, ഇതൊക്കെ നമുക്ക് അത് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. പെർമിറ്റിംഗ് യൂസേഴ്സ് ടു കസ്റ്റമൈസ് ദ ആപ്ലിക്കൻസ് ഓഫ് ദ ഡോക്യുമെന്റ്സ്. ഓക്കെ, ഇതാണ് ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. അപ്പിയറൻസ്, കസ്റ്റമൈസ് ദ അപ്പിയറൻസ് ഓഫ് ദ ഡോക്യുമെന്റ്. അതായത് നമ്മുടെ ആ ഡോക്യുമെന്റിന്റെ അപ്പിയറൻസ് ഇല്ല, ലുക്ക്, മനസ്സിലായോ? അപ്പിയറൻസ് എന്നാണ് അത്. അപ്പൊ ആ ലുക്ക് നമുക്ക് നമ്മുടെ രീതിക്ക് ആക്കാൻ പറ്റും. അവിടെ ഏത് രീതിയിൽ കൊടുക്കണം, ഏത് വലുപ്പത്തിൽ കൊടുക്കണം, ഏത് ലെറ്റേഴ്സ് എഴുതണം, അവിടെ പല ഇപ്പൊ നമ്മൾ എഴുതണേലാണെങ്കിലും നമുക്ക് ആ ലാംഗ്വേജുകള് നമ്മളെ ഭംഗിയിലൊക്കെ അല്ലെ, പോസ്റ്ററുകളും ഇതൊക്കെ എഴുതുമ്പോ കണ്ടിട്ടില്ലേ ലെറ്റേഴ്സ് ഒക്കെ, അതൊക്കെ നമുക്ക് ഇഷ്ടത്തിന് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം, നമുക്ക് ഏത് രീതിയിൽ കൊടുക്കണം എന്നുള്ള. അപ്പൊ ആ അപ്പിയറൻസ്, നമ്മുടെ ഡോക്യുമെന്റ്സിന്റെ ആ അപ്പിയറൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. പിന്നെ രണ്ടാമത്തെ സെന്റൻസും നമുക്ക് കളയാൻ പറ്റൂല. ഡാഷ് ഓഫേഴ്സ് എ വാസ്റ്റ് സെറ്റ് ഓഫ് ഫോർമാറ്റിംഗ് ടൂൾ എന്ന് പറഞ്ഞാലും നമുക്ക് വേർഡാണ്, മൈക്രോസോഫ്റ്റ് വേർഡാണ്. എന്നാലും ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇതില് കുറച്ച് നമ്മൾ എടുക്കണുള്ളൂ. അതിന്റെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ 5 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് നിങ്ങൾക്ക് കിട്ടും അവിടെ. ഓരോ ക്ലാസ് ഇപ്പൊ എത്ര ക്ലാസ് കൊണ്ട് അത് തീർക്കാം. അപ്പൊ 4 ക്ലാസ് കൊണ്ട് നമ്മൾ തീർക്കണേ 4 × 5 20 ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതിന് ചിലപ്പോ 3 or 4 ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിന് ഉണ്ടാവുള്ളൂ. അപ്പൊ അതും കൂടി നോക്കാം. നമ്മൾ 5 ക്ലാസ് കൊണ്ടാണ് തീർക്കണമെങ്കിൽ 5 × 5 25 ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതും കൂടി ഇതിന്റെ ഒപ്പം നോക്കി പോണം കേട്ടോ. അടുത്ത് നോക്കിയേ, ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും. ഓക്കെ, 2 എണ്ണം കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കിയേ, കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്. സഹകരിക്കാനും ഷെയർ ചെയ്യാനും പറ്റുന്നു.
മൈക്രോസോഫ്റ്റ് വേർഡ് സപ്പോർട്ട് കൊളാബറേഷൻ ഫീച്ചേഴ്സ്, സഹകരണം. അതായത് ഇപ്പൊ നമുക്ക് പല ആളുകൾക്കും തമ്മില് മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്താ പറയാ ഈ നെറ്റ് മെയിൽ വഴിയൊക്കെ ആണെങ്കിലും നമുക്ക് പല ആളുകൾക്കും അത് ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എന്താണ് മൾട്ടിപ്പിൾ യൂസേഴ്സിന് അത് അവൈലബിൾ ആയിരിക്കും, ഏബിൾ ആയിരിക്കും. യൂസേഴ്സ് ടു ഏബിൾ ടു വർക്ക് ഓൺ എ ഡോക്യുമെന്റ് അറ്റ് ദ സെയിം ടൈം. ആണ് ഒരേ സമയത്ത് തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഇത് എന്താ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇത് വേർഡ് സപ്പോർട്ട് കൊളാബറേഷൻ ഫീച്ചേഴ്സ്. മൈക്രോസോഫ്റ്റ് വേർഡ് സപ്പോർട്ട് കൊളാബറേഷൻ എന്ന് വെച്ചാൽ സഹകരണം, എല്ലാവരെയും കൂടി കൂട്ടി ഒരേ സമയത്തിൽ അതിനകത്ത് മൾട്ടിപ്പിൾ യൂസേഴ്സിനെ വർക്ക് ചെയ്യാൻ പറ്റും. യൂസേഴ്സ് ക്യാൻ ട്രാക്ക് ചേഞ്ചസ് ഉണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യാം, ലീവ് കമന്റ്സുകൾ ഇടാം, ആൻഡ് മെർജ് എഡിറ്റ് ചെയ്യാം, ഡിഫറെന്റ് കോൺട്രിബ്യൂഷൻസ്, പല കോൺട്രിബ്യൂഷൻസ് അതിലേക്ക് കൊടുക്കാം. ഡോക്യുമെന്റ്സ് ക്യാൻ ഓൾസോ സിംപ്ലി ഷെയർഡ് ത്രൂ മെയിൽ. കണ്ടോ, ഈ ഡോക്യുമെന്റ്സുകൾ നമുക്കിപ്പോ ലെറ്റർ എഴുതി എനിക്കത് ആർക്കെങ്കിലും അയക്കണം, അയച്ചു തന്നെ അയക്കണമെങ്കിൽ മെയിൽ ചെയ്താൽ മതി. ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് സർവീസസ് ഓർ ബൈ ക്രിയേറ്റിംഗ് ലിങ്ക്സ്. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഇതാട്ടോ ക്ലൗഡ് സ്റ്റോറേജ് ഡിവൈസ്. അത് നമുക്ക് ലാസ്റ്റ് ഇതിനകത്ത് ക്ലൗഡ് സ്റ്റോറേജ് പഠിക്കാനുണ്ട്, അപ്പൊ പറയാം കേട്ടോ. ക്ലൗഡ് സ്റ്റോറേജ് ഫയലൊന്നും ഫോണിൽ പോകൂല, നമുക്കത് നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാനുള്ള സംവിധാനമാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ ഫയലിലല്ല സേവ് ചെയ്ത് വെക്കുന്നത്, അവിടെ സെർവറുകളിലാണ് അവിടെ സേവ് ചെയ്യിക്കുന്നത്. അതായത് നമ്മൾക്ക് ഫോണിൽ എന്തെങ്കിലും പറ്റാൽ എന്തിനാണെങ്കിലും ഒക്കെ നമുക്ക് അല്ലെങ്കിൽ നമുക്കത് എന്താ പറയാ സ്റ്റോർ ചെയ്തേക്കുന്ന ഡേറ്റാസ് പോകില്ല. ഇതാണ് നമ്മുടെ ഈ ഫയലിലല്ലാതെ നമുക്ക് ഈ നമ്മുടെ ഡേറ്റാസ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ക്ലൗഡ് സ്റ്റോറേജ്. അവിടെ സെർവറുകളിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാണ്ട് ലാസ്റ്റ് ഇതിനകത്ത് ക്ലൗഡ് സ്റ്റോറേജിനെ പറയണം. സർവീസസ് ഓർ ബൈ ക്രിയേറ്റിംഗ് ലിങ്ക്സ്. ഈ നമുക്ക് ലിങ്കുകൾ വിശ്രമിക്കാൻ, ഡോക്യുമെന്റുകൾ നമുക്കത് ഷെയർ ചെയ്യാൻ, മെയിൽ വഴി ഷെയർ ചെയ്യാനായിട്ട് മാറ്റങ്ങൾ വരുത്താൻ, കമന്റ്സുകൾ ഇടാൻ, എഡിറ്റ് ചെയ്യാൻ, ഇങ്ങനെയുള്ള പല ഇതും നമുക്ക് ചെയ്യാൻ പറ്റും. കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. That support collaboration features and making multiple users able to work on a complete document at the same time. അത് അണ്ടർലൈൻ ചെയ്ത്. അടുത്തതാണ് റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻ. ഫോർമാറ്റ് ചെയ്യാൻ റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻ. Word provides a lot of formatting options for text, which include font style, size, color and effect. അല്ലെ, നമ്മളെ ഇതിന്റെ ലെറ്റർ ഒരു REMYA ആ ലെറ്റർ, അതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നമ്മളെ ഇതിലാ ടെക്സ്റ്റ് ഇല്ലേ, അതിൽ ആ ഫോണ്ട് ലെറ്ററിന്റെ സ്റ്റൈല് മാറ്റാം. ഇപ്പൊ നമ്മൾ നേരെ എഴുതണമെങ്കിൽ എഴുതാം, വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ എഴുതണമെങ്കിൽ എഴുതാം, റണ്ണിങ് ലെറ്റേഴ്സ് ആക്കി എഴുതണമെങ്കിൽ എഴുതാം. ആ ഫോണ്ടിന്റെ സ്റ്റൈല് മാറ്റാം. സൈസ്, വലുപ്പം, വലിയതാക്കി എഴുതണോ ചെറുതാക്കി എഴുതണോ, ആ ഫോണ്ടിന്റെ സൈസ് ഉണ്ട്, എത്ര വലുപ്പം. ഞാൻ പറയുന്നത് 34 തോന്നുന്നു മാക്സിമം സിസ്റ്റത്തിൽ കിടക്കുന്നത്. അപ്പൊ അതിന് ഏത് സൈസ് എത്ര വലുപ്പത്തിൽ വേണം അത് കൊടുക്കാം. കളറ്, പിന്നെ അതിനകത്ത് ഏത് ബ്ലാക്ക് വേണോ, റെഡ് വേണോ, ഗ്രീൻ വേണോ, യെല്ലോ വേണോ, ഏതാ വെച്ച് നമുക്കത് സെലക്ട് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഫോർമാറ്റിംഗ് ഓപ്ഷൻസിൽ നമുക്ക് ഫോണ്ട് എടുത്തു കഴിഞ്ഞാൽ കളർ ചേഞ്ച് അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ എഫക്ട്സ്, അതിന്റെ എഫക്റ്റുകൾ ഇപ്പൊ നമ്മൾ നേരെ ആണോ 3D പോലെ ആക്കണോ, 2 ഡയമെൻഷനിൽ പോലെ ആക്കണോ, അങ്ങനെ ഒരു ഷാഡോ വരുന്ന പോലെ ആക്കണോ, അങ്ങനെ അതിന് എങ്ങനെ വളച്ചെഴുതണോ, പേരെഴുതണോ, അപ്പൊ അങ്ങനെ പല formatting options ഈ വേൾഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേൾഡ് പ്രൊവൈഡ് a lot of formatting options for text which include font style, size, color and effects. അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് യൂസേഴ്സ് ക്യാൻ അപ്ലൈ ഫോർമാറ്റിംഗ് ടു പാരഗ്രാഫ് നമ്മൾ ഫോർമാറ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ദ ലൈൻ സ്പേസ്, ഇപ്പൊ ലൈനിന്റെ സ്പേസ് കൂട്ടാം. ഇപ്പൊ നമ്മൾ ഇത് വേണമെങ്കിൽ നമ്മൾ ഇത്രയും സ്പേസിലുള്ളൂ, ഇനി കുറച്ചും കൂടി സ്പേസ് കൂട്ടണമെങ്കിൽ നമുക്ക് സ്പേസ് കൂട്ടിയിടാം. പാരഗ്രാഫ് തിരിക്കണമെങ്കിൽ ഒരു ബൾക്കായിട്ടിരിക്കുന്ന ഒരു പേജ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് 3ഓ 4ഓ പാരഗ്രാഫ് ആക്കി തിരിക്കണമെങ്കിൽ എവിടെയാണോ വെച്ചിട്ട് നമുക്ക് എന്താ പറയാ പാരഗ്രാഫിന്റെ ആ ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി. പിന്നെ ലൈനിന്റെ സ്പേസ് നമുക്ക് മാറ്റാം.
സ്പേസ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. അലൈൻ ടെസ്റ്റിന്റെ അലൈൻമെന്റ് മാറ്റാം. ആൻഡ് ആഡ് ബുള്ളറ്റ് പോയിന്റ് ഓർ നമ്പറിങ്. പിന്നെ ഒരു കാര്യം, ഈ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതൂലേ, അപ്പൊ നമുക്ക് അവിടെ ബുള്ളറ്റ് സ്റ്റൈൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്പറിങ് കൊടുക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ എഴുതി കഴിഞ്ഞ് നമ്മൾ ആഡ് ബുള്ളറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്റർ അടിച്ച് അടുത്ത് വരുമ്പോഴേക്കും തന്നെ ബുള്ളറ്റ് ആ ലിസ്റ്റ് ഇടും. അത് പല പല സ്റ്റൈലുകളുണ്ട്. നമുക്ക് കുത്തായിട്ടാണ് കുത്ത്. അപ്പൊ ഇപ്പൊ ഇവിടെ 1 2 3 നമ്പർ അല്ലേ, അപ്പൊ നമ്മൾ ഓരോ പോയിന്റ് എഴുതുമ്പോൾ ഒന്നാമത്തെ എഴുതി കഴിഞ്ഞിട്ട് എന്റർ അടിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് 2 നമ്പർ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പിന്നെ നമ്മൾ നമ്പർ ഇടണ്ട. അടുത്തത് എഴുതുമ്പോ അടുത്ത പോയിന്റ് നമ്പർ വന്നു കഴിഞ്ഞാൽ, അത് ബുള്ളറ്റ് സ്റ്റൈൽ ആണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ബുള്ളറ്റ് സ്റ്റൈൽ അതിനകത്ത് ആഡ് ബുള്ളറ്റ് ലിസ്റ്റ് അതിനകത്ത് ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്റർ അടിച്ചു കഴിയുമ്പോഴത്തേക്കും താനേ വരും. അല്ലാതെ ഓരോന്നും നമ്മൾ ഇടണ്ട. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങള് നമുക്ക് ഈ വേർഡിലൂടെ നമുക്ക് പറ്റും. കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാനും ഒക്കെ ആയിട്ട്. ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇറ്റ് ഓൾസോ ഓഫേഴ്സ് മോഡേൺ ഫീച്ചേഴ്സ് സച്ച് ആസ് ഹെഡർ ആൻഡ് ഫുട്ടർ. ഹെഡർ ഫുട്ടർ എന്താ? ഹെഡറും ഫുട്ടറും നമ്മളൊരു പേജ് എടുത്തു കഴിഞ്ഞാൽ മുകളിലും താഴെയും ഹെഡർ, നമ്മള് ഈ ടെക്സ്റ്റുകളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോ മുകളില് ഇതുണ്ടാവും പേജ് നമ്പർ, താഴെ ഉണ്ടാവും എന്തെങ്കിലും. എല്ലാ പേജിലും അത് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പേജും നമ്മൾ ചെയ്യുമ്പോൾ ഒന്നാമത്തെ പേജ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ പേജ് നമ്പർ 1 ആ ഹെഡറും ഫൂട്ടറും സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. രണ്ടാമത്തെ പേജിലേക്ക് വരുമ്പോ പിന്നെ നമ്മൾ 2 ഇട്ട് കൊടുക്കണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് 2 വരും. അടുത്ത പേജിലേക്ക് നമ്മൾ കയറുമ്പോൾ 3 വരും. അത് ആ ഹെഡറും ഫൂട്ടറും സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ടേബിള് നമുക്ക് വരയ്ക്കാൻ പറ്റും. നമ്മളിപ്പോ എഴുതിക്കൊണ്ടിരിക്കുക, അവിടെ ടേബിള് വരച്ചിടണം. നമുക്ക് കൈ കൊണ്ട് നമ്മൾ പെൻസിൽ എടുത്ത് വരയ്ക്കണമെന്നില്ല, അവിടെ ടേബിളുണ്ട്. അപ്പൊ ടേബിളിനുള്ളിൽ ക്ലിക്ക് ചെയ്തിട്ട് എത്ര റോസ് വേണം, എത്ര കോളം വേണം, നമ്പർ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് ടേബിൾ നമുക്ക് ഇതിലേക്ക് ഇടാൻ പറ്റും. പിന്നെ അതുപോലെ ലെറ്ററിന്റെ സ്റ്റൈല്, ഓൾസോ കൺസിസ്റ്റ് ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഈ വേർഡിന് പറ്റും. ഓക്കെ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. എത്രാമത്തെ നമ്മുടെ 4ാമത്തെ ഓപ്ഷൻ ഫീച്ചറാണ് റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻ. പിന്നെ അടുത്തതാണ് സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ. ഇനിയിപ്പോ നമ്മളെ എഴുതുന്ന കാര്യങ്ങളെ പെട്ടെന്നൊക്കെ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് വരാം, ഗ്രാമറിൽ മിസ്റ്റേക്ക് വരാം. അപ്പൊ നമ്മൾ പേടിക്കണ്ട. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിങ് എങ്ങാനും മാറിപ്പോയ കമ്പ്യൂട്ടർ അവിടെ അണ്ടർലൈൻ ചെയ്ത് കാണിക്കും. കമ്പ്യൂട്ടർ അതില് അണ്ടർലൈൻ ചെയ്ത് കാണിക്കും. സ്പെല്ലിംഗ് ആണ് ചെക്ക് ഈ തെറ്റാണെങ്കിൽ അവിടെ റെഡ് ലൈൻ കാണിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കാലോ. റെഡ് ലൈൻ കാണിക്കും. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക, ഇപ്പൊ നമ്മള് വേർഡ് എന്നുള്ളത് WRD എന്നായി പോയി, അപ്പൊ തന്നെ കമ്പ്യൂട്ടർ കാണിച്ചു തരും. നമുക്ക് അണ്ടർലൈൻ ചെയ്യും, റെഡിങ് കൊണ്ട് അണ്ടർലൈൻ ചെയ്യും. അപ്പൊ നമുക്കറിയാലോ. അപ്പൊ നമുക്ക് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷനും കമ്പ്യൂട്ടർ അവിടെ കാണിച്ചു തരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പൊ സ്പെല്ലിങ് തെറ്റാണെങ്കിൽ കാണിക്കുന്നത് റെഡ് ലൈൻ. ഗ്രാമറിൽ എന്തെങ്കിലും കറക്ഷൻ വരികയാണെങ്കിൽ അവിടെ ബ്ലൂ ലൈനിലായിരിക്കും കാണിക്കും. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ സ്പെല്ലിങ്ങോ ഗ്രാമറോ തെറ്റുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ തന്നെ നമുക്കത് കാണിച്ചു തരും. അപ്പൊ നമ്മളത് കറക്റ്റ് ചെയ്തു. ഓക്കെ. Word consists of built-in spelling and grammar checking tools to make the users identify and correct errors. അത് അപ്പൊ നമുക്ക് പെട്ടെന്ന് അറിയാലോ. വെറുതെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ സ്പെല്ലിംഗ് തെറ്റുണ്ടോ എന്ന് നമുക്ക് വായിച്ചു നോക്കേണ്ട വരും ചിലപ്പോൾ. പിന്നീട് വായിക്കുമ്പോഴായിരിക്കും അറിയാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് കാണിച്ചു തരും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും പിശകുകളെ നമുക്ക് കറക്റ്റ് ചെയ്യാനും പറ്റും, എറേഴ്സിനെ കറക്റ്റ് ചെയ്യാനും പറ്റും. അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ്. It underline the misspelled words. കണ്ടോ, തെറ്റായിട്ട് എഴുതിയിട്ടുള്ള വേർഡ്സുകൾ. അതിന്റെ സജസ്റ്റ് കറക്ഷൻ കാണിച്ചു തരും. മനസ്സിലായോ? അപ്പൊ അതിനിപ്പോ നമ്മുടെ ഏത് വേർഡാ തെറ്റിപ്പോയി എന്നുള്ളത്, ഡോക്യുമെന്റ് ആണ് തെറ്റിയത്, സി വിട്ടുപോയി. അപ്പൊ നമുക്ക് അടിയിൽ ഹെഡ് കൊണ്ട് കാണിക്കും. അവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ സജഷൻ വരും. ഡോക്യുമെന്റ് ആണോ, ഡോക്യുമെന്റ് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. നമ്മളത് കറക്റ്റ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇതാണ് ഈ സജസ്റ്റ് കറക്ഷൻ വിച്ച് എൻഷുവേഴ്സ് ദ ആക്യുറസി ഓഫ് ദ റിട്ടേൺ കണ്ടന്റ്. അപ്പൊ നമുക്ക് അതിന്റെ ആക്യുറസി, കൃത്യത പറയാൻ പറ്റുമല്ലോ അല്ലെ. നമുക്കപ്പൊ അതിന്റെ കൃത്യത നിർണ്ണയിക്കാനും പറ്റും. നമുക്ക് പേടിക്കണ്ട. നമ്മൾ കമ്പ്യൂട്ടർ തെറ്റ് കാണിച്ചതെന്ന് നമ്മളത് കറക്റ്റ് ചെയ്ത് പോയി.
നമുക്ക് ആ ഇതിന്റെ കൃത്യതയും ആ കണ്ടന്റിന്റെ കൃത്യതയും നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അണ്ടർലൈൻ ചെയ്തോട്ടെ ഫസ്റ്റ് സെന്റൻസ്. ഇനി അടുത്ത് നോക്കിയേ, ഇൻസേർട്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്. ഇൻസേർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഇങ്ങോട്ട് ചേർക്കുക, മാനിപ്പുലേറ്റ് ചെയ്യുക, കൈകാര്യം ചെയ്യുക ഒബ്ജക്ട്സുകൾ. യൂസേഴ്സ് ക്യാൻ അടുത്ത ഒരു ഫീച്ചർ ആട്ടോ ഇൻസേർട്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്. യൂസേഴ്സ് ക്യാൻ ഇൻസേർട്ട് ഡിഫറെന്റ് ഒബ്ജക്ട് ഇൻ ദ ഡോക്യുമെന്റ്. നമുക്ക് ലൈക്ക് ഇമേജ്, ഷേപ്സ്, ചാർട്ട്, ടേബിള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു ഷേപ്പ് വരയ്ക്കണം, നമ്മൾ കൈ കൊണ്ട് പെൻസിൽ എടുത്ത് വരയ്ക്കണ്ട. അവിടെ ഷേപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഷേപ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഷേപ്പാണ് അവിടെ ഉണ്ട് ഷേപ്പുകള്, ആ ഷേപ്പ് ഏതാ ഇഷ്ടപ്പെട്ടത്? ഇപ്പൊ സർക്കിൾ ആണോ, ട്രയാങ്കിൾ ആണോ, റെക്ടാങ്കിൾ ആണോ, ഏത് ഷേപ്പാണ് നമുക്ക് വേണ്ടേ? അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ആ ഏരിയയിലേക്ക് ആഡ് ആയിക്കോളും. അത് നമുക്ക് എന്തെങ്കിലും ഇമേജുകളോ പടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിക്ചർ നമ്മൾ ഗ്യാലറിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് പിക്ചറാണ് ഇങ്ങോട്ട് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രീനിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് ഒബ്ജക്ട്സ് ഇൻ ഡോക്യുമെന്റ്സ് ലൈക്ക് ഇമേജ്, ഷേപ്സ്, ചാർട്ട് ഇതൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. വേർഡ് പെർമിറ്റ് resizing, positioning and formatting of this object make it easy to improve the visual appeal of the documents. Visual appeal of the documents. Okay, word permit resizing. നമുക്കത് സൈസുകൾ ഇപ്പൊ നമുക്ക് വലുതാക്കിയാൽ കിടക്കണമെങ്കിൽ അതിന് വേണമെങ്കിൽ ഈ 4 മൂലയ്ക്കും ഒരു ഇതുണ്ട്, അത് മേടിച്ചിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതാക്കാം. അല്ലെങ്കിൽ ചെറിയ പിക്ചർ ആണെങ്കിൽ കുറച്ചുകൂടി വലുതാക്കണമെങ്കിൽ വലുതാക്കാം. പിന്നെ പൊസിഷൻ മാറ്റാം, അത് ഇവിടെയാണെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പൊസിഷൻ മാറ്റി കൊടുക്കാം. അത് ഫോർമാറ്റ് ചെയ്യാം. അതങ്ങനെ നമുക്ക് ആ ഡോക്യുമെന്റിന്റെ വിഷ്വൽ അപ്പീലിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. വെറുതെ എഴുതി മാത്രം വരുമ്പോ നമുക്ക് അത്ര ഒരു ഇതില്ല അല്ലെ. കണ്ടോ, ഇതിപ്പോ നമ്മൾ നോക്കിയാൽ ഈ സാധനം ഇതിലേക്ക് എടുത്തിട്ടേക്കുന്നതാണ്. നമുക്കൊരു കുറച്ചുകൂടി ഒരു വിഷ്വൽ അപ്പീൽ കിട്ടാനായിട്ട് കുറെ ഇങ്ങനെ ബൾക്കായിട്ട് എഴുതി വെക്കുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് ഇതില്ല അല്ലെ. നമ്മുടെ ടെക്സ്റ്റിലൊക്കെ ആണെങ്കിലും നമ്മൾ എഴുതുന്നതിന്റെ ഒപ്പം തന്നെ പിക്ചേഴ്സ് ഒക്കെ ഇല്ലേ അല്ലേ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവാനും അട്രാക്റ്റീവ് ആവാനും അല്ലേ. അല്ലാതെ കുറെ ലെറ്റേഴ്സ് മാത്രം ഇങ്ങനെ കട്ട പിടിച്ച് എഴുതി വെക്കുമ്പോ നമുക്ക് അത്രയും ഒരു ഇത് കിട്ടില്ല അല്ലെ, ഒരു അട്രാക്ഷൻ കിട്ടില്ല. അപ്പൊ നമുക്ക് എന്താ പറയാ, അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യം ഇമേജുകള്, ഷേപ്സുകള് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിടാം. അങ്ങനെ ഒരു ഫീച്ചർ കൂടി ഉണ്ട്. ഇൻസേർട്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ലാസ്റ്റ് ടെംപ്ലേറ്റ് ആൻഡ് തീംസ്. ടെംപ്ലേറ്റിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടാ. ടെംപ്ലേറ്റ് Word provide a wide range of template and themes for various documents type, including resume. നമ്മളിപ്പോ ഒരു റെസ്യൂം എഴുതുകയാണെങ്കിൽ, ലെറ്റർ എഴുതുകയാണെങ്കിൽ, ഫോർമൽ ലെറ്റർ ആണെങ്കിൽ നമുക്ക് ഏത് ലെറ്റർ ആണ് ഫ്രണ്ടിൽ എഴുതുന്ന ലെറ്റർ ആണ് ഏതാണെന്ന് നമ്മുടെ ലെറ്റേഴ്സ് കൊടുക്കാം. അപ്പൊ അവിടെ കുറെ ലെറ്റേഴ്സിന്റെ ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ അതില് നമുക്ക് ഇപ്പൊ ഡിയർ ആർക്ക് എഴുതണയാ, അവിടെ വേറെ ആൾക്ക് എഴുതിയ ലെറ്റർ ആയിരിക്കും. ഇപ്പൊ സുനിതയ്ക്കാണ് ഡിയർ സുനിത എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എഴുതിയേക്കുന്നത്, കണ്ണന്റെ എഴുതിയേക്കുന്നതെങ്കിൽ നമുക്ക് ആ സുനിതയുടെ സ്ഥാനത്ത് നമുക്ക് ആർക്ക് എഴുതണേ, മൂവിക്കാണെങ്കിൽ മൂവി എന്നുള്ള അതിനകത്തേക്ക് നമുക്ക് അങ്ങനെ കൊടുക്കാം അല്ലെ. ആ കൃഷ്ണപ്രിയക്കാണെങ്കിൽ ഡിയർ കൃഷ്ണപ്രിയ അത് മാത്രം മാറ്റിയാൽ മതി, നമ്മൾ ആ പേര് മാത്രം മാറ്റിയാൽ മതി. പിന്നെ ഇതുപോലെ കണ്ടന്റും നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു ഫോർമാറ്റ് ഉണ്ടെന്നാ പറയുന്നത്. പുതിയതായിട്ട് നമ്മൾ എഴുതണ്ട ലെറ്ററിന്റെ ഫോർമാറ്റ്. റെസ്യൂമുകൾ ഉണ്ടെങ്കിൽ ഫ്ലയേഴ്സ് എന്ന് പറഞ്ഞ ലഘുലേഖകൾ, FLYERS ലഘുലേഖകൾ and more, ഇതിന്റെയൊക്കെ ഒരു ഫോർമാറ്റ് ഉണ്ട്, ടെംപ്ലേറ്റ്സ് ഉണ്ട്. These templates offer pre-designed layout and formatting and that saves time and effort to users. കണ്ടോ ഈ ടെംപ്ലേറ്റ് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഈ ടെംപ്ലേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യുന്നു? ടെംപ്ലേറ്റ്സ് ഓഫർ pre-designed layout and formatting. നമുക്കത് ഓൾറെഡി അവിടെ ഉണ്ട്, മുൻകൂട്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ലേഔട്ടുകളാണ് അവിടെ. അപ്പൊ അത് നമുക്ക് നേരെ എടുക്കുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ പാടില്ലേ. ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം പിന്നെ ചെയ്താൽ പോരെ. അവിടെ ഒരു ടെംപ്ലേറ്റ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം, എഫേർട്ടുകള് ടൈം, സേവ് ദ ടൈം ആൻഡ് എഫേർട്ട് ഓഫ് ദ യൂസേഴ്സ്. യൂസേഴ്സിന് അത്രയും എഫേർട്ട് എടുക്കണ്ട അവിടെ. ഓക്കെ, അതിന്റെ ഒരു ഘടനയുണ്ട്, സ്ട്രക്ചർ ഉണ്ട്. പിന്നെ ബാക്കിയുള്ളത് മാത്രം ഫില്ല് ചെയ്താൽ മതി, സമയം ലാഭിക്കാം, എഫേർട്ടുകള് നമുക്ക് കുറയ്ക്കാനും പറ്റും. സേവ് ദ എഫേർട്ട്. ക്ലിയർ ആയോ എന്നൊക്കെ ആ ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേ അതില്.
ഇനി നമ്മൾ പറഞ്ഞത് ഒരു ഇത് നിങ്ങളൊന്ന് നോക്കിക്കോട്ടോ, നോക്കിക്കോളൂ. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ സിസ്റ്റം കമ്പ്യൂട്ടർ ഉള്ളവർക്ക് പിന്നെ അത് വേണമെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് ഈ വേർഡ് എടുക്കുക, അതിനകത്ത് എന്തൊക്കെ ടൂൾസ് ആണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓരോന്നും ചെയ്യുകയൊക്കെ ചെയ്യാം. അല്ലാത്തവര് നമുക്ക് ഫോണിലാണെങ്കിലും ഉണ്ടല്ലോ, ഫോണിലാണെങ്കിലും നമുക്ക് വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡ് അടിച്ചു കൊടുത്ത സ്ക്രീനും ഓരോ ടൂൾ ബാറുകളും എങ്ങനെയൊക്കെയാണ് ചെയ്യണത് ഒക്കെ ഇതിന്റെ വീഡിയോസ് ഉണ്ട്. യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അതിൽ കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. നമുക്ക് ഈ ക്ലാസ്സിലിരുന്ന് പറയണതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അത് നേരെ ലൈവിൽ എങ്ങനെ ചെയ്യണേന്നും ഇപ്പൊ അത് ടൈപ്പ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്ത് ഇടണേ എങ്ങനെയാണെന്നും ടേബിൾ എങ്ങനെയാ കൊണ്ടുവരണേന്നും അവിടെ നമുക്ക് ചാർട്ടുകള്, ഗ്രാഫുകൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഡയഗ്രാംസ് എങ്ങനെയാണ്, ഇമേജ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, ടെംപ്ലേറ്റ് എന്താണ്, ഏതാണ്, ഇങ്ങനെയുള്ളതൊക്കെ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും. ഇനി നമ്മൾ അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് 7 ഉണ്ട്. അത് ഫീച്ചേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഇൻക്ലൂഡ് ചെയ്യാത്തതെന്നൊക്കെ നോക്കി പഠിക്കണം. അതിനുവേണ്ടി നമ്മളത് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണം. യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പറ്റും. പിന്നെ എല്ലാവരുമായിട്ട് ഒരു കൊളാബറേഷൻ, എല്ലാവരും നമുക്ക് മെയിൽ വഴിയൊക്കെ ഷെയർ ചെയ്യാനും പറ്റും. പിന്നെ റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഫോണ്ടിന്റെ നമ്മുടെ ലെറ്റേഴ്സിന്റെ സൈസ്, കളർ, ഷേപ്പ് ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ സ്പെല്ലിംഗ് ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ ഉണ്ട്. നമ്മൾ എഴുതുമ്പോൾ സ്പെല്ലിംഗ് ഒക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കമ്പ്യൂട്ടർ ഉടനെ തന്നെ നമ്മളെ കാണിച്ചു തരും, കറക്റ്റ് ചെയ്യാൻ സജഷനും തരും അവിടെ. പിന്നെ ഇൻസേർട്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്, വസ്തുക്കൾ നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ, ഇമേജുകൾ, ഷേപ്പ്, ചാർട്ട്, ടേബിള് ഇതൊക്കെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഒക്കെ പറ്റും. മാനിപ്പുലേറ്റിംഗ് വരെ കൈകാര്യം ചെയ്യുക അതിനും. പിന്നെ അടുത്ത് ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ്, 7 പോയിന്റ്സ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ആ സ്ക്രീനാണ് പിന്നെ കിടക്കുന്നത് ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. 3, 4, 3rd and 4th മൊഡ്യൂളിന്റെ റിവിഷൻ ആണ്. നമുക്ക് ക്ലാസ് കഴിയട്ടെ കേട്ടോ. ഇനിയിപ്പോ എന്തായാലും ഈ ഒരു ചാപ്റ്റർ കൂടിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എല്ലാത്തിലും ചെയ്യാം. 3rd ഉം 4th മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ഇത്ര വലുതുമാണ്, ഇത്ര കൂടുതലും ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സമയം കിട്ടുമ്പോൾ പിന്നെ നമുക്ക് റിവിഷൻ തരാം ഞാൻ കേട്ടോ. ലെങ്തി ചാപ്റ്റർ ആണല്ലേ, ഓരോ ചാപ്റ്റർ വൈസ് തന്നെ നമുക്ക് അതായിരിക്കും. ഇപ്പൊ 3rd മൊഡ്യൂളിൽ നമ്മളെടുത്ത എല്ലാ ചാപ്റ്ററും അത് ഒരുമിച്ചൊരു ദിവസം 1 2 ദിവസം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരും ഒന്ന് കവർ ചെയ്ത് പോകാം. അപ്പൊ ആദ്യം പഠിച്ചതൊക്കെ ചിലപ്പോൾ മറന്നുപോയായിരിക്കും അല്ലെ, അതൊക്കെ നമുക്കൊന്ന് ഓർത്തെടുക്കണം. അങ്ങനെ നോക്കാം. പിന്നെ 4th മൊഡ്യൂളിൽ അങ്ങനെ സമയം കിട്ടും, എന്തായാലും സമയം കിട്ടുന്നതാണ്. ഇനിയിപ്പോ ഇതിനധികം സമയമൊന്നും വേണ്ട തീർക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ, ഇമ്പോർട്ടന്റ് അത് നോട്ട് ചെയ്തിടുക. ഒരുപാട് സമയം ഒരുപാട് അങ്ങോട്ട് ഇതാക്കേണ്ടേയും ആവശ്യമില്ല. അപ്പൊ പിന്നെ നമുക്ക് ഈ റിവിഷൻ ചെയ്യാനായിട്ട് അധികം സമയം കിട്ടില്ല. ഈ ചാപ്റ്റർ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാം, കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ട്. എന്തായാലും നിങ്ങളത് പേടിക്കണ്ട, റിവിഷൻ എന്തായാലും സമയം ഉണ്ടാവും. ഇതിനധികം ഒരു 3 4 ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. 1ാമത്തെ ക്ലാസ് അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ നമ്മൾ ഒരു ഇച്ചിരി തുടങ്ങി വെച്ചോളൂ. ഇന്നിപ്പോ 2 പേജോളം നമ്മൾ എടുത്തല്ലോ. പിന്നെ കുറച്ച് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ, കുഴപ്പമില്ല. ഇനി ഹോസ്പിറ്റലിൽ ഇത് എവിടേക്കാണ് ആപ്ലിക്കബിൾ? ഈ വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡ് ഹോസ്പിറ്റലില് എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത്? ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ നോക്കി. 1ാമത്തെയാണ് പേഷ്യന്റ് റെക്കോർഡ്. മൈക്രോസോഫ്റ്റ് വേർഡ് പെർമിറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ടു ആൻഡ് കീപ്പ് ഇലക്ട്രോണിക് പേഷ്യൻസ് റെക്കോർഡ്. പേഷ്യൻസിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യാൻ മൈക്രോസോഫ്റ്റ് വേർഡ് അനുവദിക്കുന്നു ഹെൽത്ത് പ്രൊഫഷണൽസിന്. അപ്പൊ ഓരോ ഷീറ്റും നമുക്ക് പേഷ്യൻസ് റെക്കോർഡ് ഇല്ലേ, അപ്പൊ ഈ വേർഡില് നമുക്ക് ഓരോരുത്തരുടെയും ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ദീസ് റെക്കോർഡ്സ് കൺസിസ്റ്റ് ഓഫ്, എന്തൊക്കെയാണ് ഈ റെക്കോർഡില്? പേഷ്യന്റ് ഡെമോഗ്രാഫിക്, പേഷ്യൻസിന്റെ ജനസംഖ്യ. ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ആ ഒരു എത്ര പേരുണ്ട് അങ്ങനെയുള്ളത്, ആ ജനസംഖ്യ. അവർക്കുടെ മെഡിക്കൽ ഹിസ്റ്ററി, ടെസ്റ്റിന്റെ റിസൾട്ടുകള്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് പ്ലാൻ, പ്രോഗ്രസ് നോട്ട്സ്, ഇതെല്ലാം ഈ റെക്കോർഡ്സിൽ വരുന്നതാണ്. പേഷ്യൻസിന്റെ ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡ്സ് ഇങ്ങനെയുള്ളതെല്ലാരും വരും. Words formatting option enable the organization and the customization of patient information for easy reference and retrieval. ഈ വേർഡിന്റെ ഫോർമാറ്റിംഗ് ഓപ്ഷനിൽ അത് നമുക്ക് എനേബിൾ സാധ്യമാക്കുക, ഓർഗനൈസേഷൻ സാധ്യമാക്കും. ഏത്? പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ കസ്റ്റമൈസ് ചെയ്യാന്ന് വെച്ചാൽ പരിഷ്കരിക്കാനും, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ
നമുക്ക് ഈസി ആയിട്ട് റെഫർ ചെയ്യാം. റിട്രൈവൽ വീണ്ടെടുക്കാൻ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി വേണം, ടെസ്റ്റിന്റെ റിസൾട്ട് വേണം, ഉടനെ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് എടുക്കാൻ പറ്റും. മറ്റൊരു ഫയലാണെങ്കിൽ നമുക്ക് എന്താ പറയാ അത് പോയി തപ്പി പിടിച്ച് ഫയലൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് റിട്രൈവൽ വീണ്ടെടുക്കാനും നമുക്ക് പറ്റും. ഈസി റെഫറൻസ് ആൻഡ് റിട്രൈവൽ റെഫറൻസിനോ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും പറ്റുള്ളൂ. ഇതാണ് ഒന്നാമത്തെ ആപ്ലിക്കബിലിറ്റി. പേഷ്യന്റ് റെക്കോർഡ്. ഫസ്റ്റ് സെന്റൻസ് ഇത് അണ്ടർലൈൻ ചെയ്തിട്ടോ. Dash permit professional to keep electronic patient records. ഏതാണ്? മൈക്രോസോഫ്റ്റ് വേർഡ്. റെക്കോർഡില് പേഷ്യന്റ് റെക്കോർഡിൽ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ വേർഡ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് പരിഷ്കരിക്കാനും അതുപോലെ ഈസി ആയിട്ട് നമ്മൾ റിട്രൈവ് ചെയ്യാൻ റെഫറൻസിന് വേണ്ടി റിട്രൈവലിനും ഒക്കെ നമുക്ക് പറ്റും. അടുത്തതാണ് മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്. രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ മൈക്രോസോഫ്റ്റ് വേർഡ് എവിടെ ഉപയോഗിക്കുന്നത്? അപ്ലൈ ചെയ്യുന്നത് മെഡിക്കൽ റിപ്പോർട്ടുകളും ലെറ്റേഴ്സിനും. ഫിസിഷ്യൻ ആൻഡ് അതർ ഹെൽത്ത് പ്രൊവൈഡേഴ്സ് ക്യാൻ യൂസ് വേർഡ്. ഫിസിഷ്യനും മറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിന്? ടു ക്രിയേറ്റ് മെഡിക്കൽ റിപ്പോർട്ട്. മെഡിക്കൽ റിപ്പോർട്ട് അങ്ങനെയല്ലേ? മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാക്കാൻ റെഫറൽ ലെറ്റേഴ്സ്. ഇപ്പൊ നമ്മൾ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ റെഫറൽ ലെറ്റേഴ്സിന് ഡിസ്ചാർജ് സമ്മറി ആൻഡ് അതർ ക്ലിനിക്കൽ കറസ്പോണ്ടൻസ് പറഞ്ഞ കത്തിടപാടുകള്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഫിസിഷ്യനും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഈ മെഡിക്കൽ എന്റെ മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം ഡിസ്ചാർജ് സമ്മറി ഒരു ഷീറ്റല്ലേ തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ ഇതിലൊക്കെ നമുക്ക് വേർഡിലാണ് ചെയ്യുന്നത്. വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടുകളും ലെറ്റേഴ്സും തയ്യാറാക്കാനും വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആപ്ലിക്കബിലിറ്റിയിൽ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ പേഷ്യന്റിന്റെ റെക്കോർഡുകള് സൂക്ഷിക്കാൻ. റെക്കോർഡുകള് കീപ് ദ ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡ്. അത് വേർഡില് സൂക്ഷിക്കാം, വേർഡില് ചെയ്യാം. പേഷ്യന്റിന്റെ ഇലക്ട്രോണിക് റെക്കോർഡുകള് ഹെൽത്ത് റെക്കോർഡുകള് നമുക്ക് ഈ നമുക്ക് വേർഡിൽ ചെയ്യാം. പിന്നെ മെഡിക്കൽ റിപ്പോർട്ടുകളും ലെറ്റേഴ്സും നമുക്ക് വേർഡിൽ തയ്യാറാക്കാം. ഈ രണ്ടെണ്ണമാണ് ഹോസ്പിറ്റലിലെ ആപ്ലിക്കബിലിറ്റി കാര്യം. ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. എന്താണ് ഇത്? ഓക്കെ അല്ലേ? ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ബോറടിച്ചാ? വിശക്കണ്ട? വിശന്നോടിങ്ങോ? വിശപ്പിന്റെ വിളി വന്നോ? ചെറിയ പിള്ളേർക്കൊക്കെ ഇന്ന് അവധിയായിരിക്കും അല്ലെ? 10th എക്സാം തുടങ്ങുന്നതുകൊണ്ട് ചെറിയ ക്ലാസ്സുകാർക്കൊക്കെ അവധിയാണെന്ന് തോന്നുന്നു അല്ലെ? വീട്ടിൽ രണ്ടുപേരും അവിടെ ഇരിക്കണ്ട്. പഠിക്കാൻ പറഞ്ഞിട്ടൊക്കെ പോകുന്നത്. പഠിക്കുമെന്ന് അറിയാം, ആർക്കറിയാം. വേഗം ഇന്ന് പഠിച്ച സമയത്ത് റിവിഷൻ ചെയ്തോളാനൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. നോമ്പാണ് മിസ് ചെയ്യും. നോമ്പാണല്ലേ? അപ്പൊ വെള്ളത്തിന് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. അവർക്കിടെ വൈകുന്നേരം ആവണ്ടേ? പള്ളിയില് ഇതൊക്കെ വന്നിട്ട് വേണ്ടേ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും സുഖമൊക്കെ ആയിരിക്കുന്നു. ക്ലാസ് ഒക്കെ ഓക്കെ ആയിട്ട് പോണു. നമ്മള് ലാസ്റ്റ് സെക്ഷനിലേക്കൊക്കെ എല്ലാ ടീച്ചേഴ്സ് എത്തി. ക്ലാസ് തീരുന്നതിന്റെ ഒരു വിഷമമൊക്കെ കണ്ടു. ഞാൻ ആദ്യത്തെ മെസ്സേജുകൾ വായിച്ചപ്പോ പെട്ടെന്ന് തീർന്നു എന്നൊക്കെ പറഞ്ഞ മെസ്സേജുകളൊക്കെ കണ്ടു. അതിൻ്റെതായ ഒരു ഇതുണ്ട്. സാരമില്ല, നമുക്ക് എന്തായാലും പോർഷനൊക്കെ തീർന്നു. എക്സാം ഒക്കെ കഴിഞ്ഞ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ട് വേണമല്ലോ നമുക്ക് എവിടെയെങ്കിലും ജോലിക്കൊക്കെ കയറാനായിട്ട്. എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കുക. പിന്നെ ക്ലാസ്സിൽ കഴിഞ്ഞാലും നിങ്ങളുടേതായ ഒരു ഇതുണ്ടാവുമല്ലോ, നിങ്ങളുടേതായ ഒരു ഇതില്ലേ നിങ്ങളുടെ ഇടയില് നിങ്ങൾക്ക് മെസ്സേജ് അയക്കോ നിങ്ങളുടെ ഇത് ഉണ്ടല്ലോ. ഓക്കെ, ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.